നീ പാപം ചെയ്യാൻ നിന്റെ മുമ്പിൽ പ്രലോഭനങ്ങൾ വരുമ്പോ, ലൈഫ് കൈവിട്ടു പോയോ എന്നൊക്കെ നീ ചിന്തിക്കുമ്പോ, നീ തകർന്നു പോകുമെന്ന് നീ ചിന്തിക്കുന്ന മേഖലകളിൽ നിനക്ക് വേണ്ടി സ്വർഗം അയച്ചിരിക്കുന്നവനാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. നീ തകരാതിരിക്കാൻ, നീ ഉടഞ്ഞു പോകാതിരിക്കാൻ, നീ നശിച്ചു പോകാതിരിക്കാൻ, നീ ഇല്ലാതാകാതിരിക്കാൻ, നീ കൊലപാതകിയാകാതിരിക്കാൻ, നീ NDMA അടിമയാകാതിരിക്കാൻ, നീ മയക്കുമരുന്ന് ഉപയോഗിക്കാതിരിക്കാൻ, നീ മദ്യത്തിന് അടിമയാകാതിരിക്കാൻ, നീ പുകവലിക്ക് അടിമയാകാതിരിക്കാൻ, നീ ദുർനടപ്പിന് അടിമയാകാതിരിക്കാൻ, നീ ഫോണിന് അഡിക്റ്റ് ആവാതിരിക്കാൻ, നീ വശീകരണ ശക്തികൾക്ക് അടിമയാകാതിരിക്കാൻ ഇന്ന് രാത്രി നിന്റെ മേൽ പകർന്നിരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. നിന്റെ മുമ്പിൽ പാപം വരുമ്പോഴും നിന്റെ കൂടെ പരിശുദ്ധാത്മാവുണ്ട്. നീ ഏത് അവസ്ഥയ്ക്കകത്തായാലും പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. ഇന്ന് രാത്രി അത് തിരിച്ചറിയുന്നവർ എത്ര പേരുണ്ട്? ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മുറിക്കകത്ത് ആ പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുകയാണ്. ആളത്വമായി നിന്റെ മേൽ ഇറങ്ങി വരികയാണ്. ആളത്വമായി നിന്റെ അരികിൽ ഇറങ്ങി വരികയാണ്. നിന്റെ സുഹൃത്തിനേക്കാൾ അധികമായി, നിന്റെ പപ്പായെക്കാളും, നിന്റെ മമ്മിയെക്കാളും, നിന്റെ സഹോദരങ്ങളെക്കാളും, നിന്റെ ടീച്ചേഴ്സിനെക്കാളും, നിന്റെ കൗൺസിലേഴ്സിനെക്കാളും, നിന്റെ പാസ്റ്ററിനെക്കാളും, ഏത് പ്രവാചകന്മാരെക്കാളും നിന്റെ അടുത്ത് ഇറങ്ങി വന്ന് നിന്നോട് സംസാരിച്ച് ഏത് വഴി പോകണം, എന്ത് ചെയ്യണമെന്ന് നിന്നോട് കൃത്യമായി സംസാരിക്കാൻ ഇന്ന് രാത്രി നിന്റെ അരികിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വെച്ചാൽ നീ പാപത്തിനകത്ത് തുടരേണ്ടവനല്ല എന്ന്, നീ ഇനിയും പാപത്തിന്റെ സ്വഭാവത്തിൽ തുടരേണ്ടവനല്ല എന്ന്, നീ ഇനിയും പ്രലോഭനങ്ങളിൽ തകരരുത് എന്ന്, നീ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണെന്ന് പരിശുദ്ധാത്മാവ് താനും യേശുക്രിസ്തു തന്റെ രക്തത്താൽ വീണ്ടെടുത്ത നിന്റെ ആത്മാവോട് കൂടെ നിന്നോട് ഇന്ന് രാത്രി സാക്ഷ്യം പറയുകയാണെന്നാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്.